വചന സമീക്ഷയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ വിചിന്തനത്തിനായുള്ള തിരുവചന ഭാഗം സങ്കീർത്തനങ്ങൾ 149 അധ്യായം 5 വാക്യം. വിശുദ്ധന്മാർ മഹത്വത്തിൽ ആനന്ദിക്കട്ടെ, അവർ അവരുടെ ശയ്യകളിൽ ഘോഷിച്ചുല്ലസിക്കട്ടെ. ഏറ്റവും പ്രിയമുള്ളവരെ, നമുക്കറിയാം വിശുദ്ധരായ ഒരുപാട് ജന്മങ്ങൾ ഈ ഭൂമിയിൽ ഉണ്ടായിട്ടുണ്ട്. അവരെയെല്ലാം നമ്മൾ വിശുദ്ധരെന്ന് വിളിക്കുകയും അവരുടെ മധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ട്. എന്നാൽ വിശുദ്ധന്മാർ മഹത്വത്തിൽ ആനന്ദിക്കട്ടെ, അവരുടെ ശയ്യകളിൽ അവർ ഘോഷിക്കട്ടെ എന്ന് വചനം പറയുമ്പോൾ മരിച്ച് നമ്മിൽ നിന്ന് വിടവാങ്ങിയ അല്ലെങ്കിൽ സ്വർഗത്തിലായിരുന്നു കൊണ്ട് നമ്മെ അനുഗ്രഹിക്കുന്ന വിശുദ്ധരെ മാത്രമല്ല, പിന്നെയോ നമ്മുടെ ഇടയിൽ ഇന്നും ചില വിശുദ്ധരുണ്ട്. നന്മ മാത്രം ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ചില വിശുദ്ധർ, പ്രതിഫലം ആഗ്രഹിക്കാതെ മറ്റുള്ളവരെ സ്നേഹിക്കുന്ന, മറ്റുള്ളവരുടെ വേദനകളിൽ പങ്കുകാരാകുന്ന, സന്തോഷങ്ങളിൽ അവരിൽ നിന്ന് മാറി നിന്ന് അവരോടൊപ്പം ചിരിക്കുന്ന, അങ്ങനെ ഒന്നും ആഗ്രഹിക്കാത്ത ചില വിശുദ്ധ ജന്മങ്ങൾ. എന്തിനേറെ പറയുന്നു, ഈശോയെ സാക്ഷ്യം നൽകുവാൻ അല്ലെങ്കിൽ ഈശോയെ മറ്റുള്ളവരുടെ ഇടയിലേക്ക് എത്തിക്കുവാൻ യാതൊരുവിധ മടിയുമില്ലാതെ അപഹാസ്യങ്ങൾ ഏറ്റുകൊണ്ട്, പരിഹാസങ്ങൾ ഏറ്റുകൊണ്ട് സമൂഹത്തിന് നടുവിലേക്ക് ഈശോയ്ക്ക് വേണ്ടി ഇറങ്ങുന്ന ചില ജന്മങ്ങൾ. ഇത്തരം പുണ്യജന്മങ്ങൾ സന്തോഷിച്ചുല്ലസിക്കട്ടെ, അല്ലെങ്കിൽ അവരവരുടെ ശയ്യകളിലായിരുന്നു കൊണ്ട് സന്തോഷിക്കട്ടെ എന്ന് സ്വർഗം പറയുകയാണ്. സ്വർഗം അത് ആഗ്രഹിക്കുന്നുമുണ്ട്. കാരണം സ്വർഗം എപ്പോഴും തുറവിയുള്ളവർ ആയിരിക്കുന്നത് വിശുദ്ധർക്ക് മുൻപിലാണ്. വിശുദ്ധർ ഒന്ന് പ്രാർത്ഥിച്ചാൽ, വിശുദ്ധരൊന്ന് കൈകൾ ഉയർത്തിയാൽ ആ വാതിലുകൾ തുറക്കപ്പെടും. അങ്ങനെയെങ്കിൽ ഇപ്പോൾ ഒരു ആഗ്രഹം തോന്നുന്നില്ലേ, സ്വർഗത്തിന് മുൻപിൽ വിശുദ്ധയായിരിക്കുവാൻ, വിശുദ്ധനായിരിക്കുവാൻ? അങ്ങനെ വിശുദ്ധനും വിശുദ്ധയുമായി ജീവിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. പരിമളം പരത്തുന്ന ലില്ലിപ്പൂക്കളെ പോലെ നമുക്കും മറ്റുള്ളവർക്കിടയിൽ പരിമളം പരത്തി ലില്ലിപ്പൂക്കളായി സ്വർഗത്തിൽ വിളങ്ങാം. ഈ വചനം അതിന് നമ്മെ സഹായിക്കട്ടെ. വചന സമീക്ഷയുടെ ഈ അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഒരു ഗ്രാമത്തിൽ ഒരപ്പനും അമ്മയും മകനും താമസിച്ചിരുന്നു. ആ കുഞ്ഞിന്റെ പേര് ചാർലി. അവൻ്റെ അപ്പനൊരു കുതിരയുണ്ടായിരുന്നു. ഈ കുതിര കൊണ്ടുപോയി വിനോദസഞ്ചാരികൾക്കിടയിൽ അവരെ കയറ്റിയിരുത്തി അവരിൽ നിന്നും ലഭിക്കുന്ന തുക കൊണ്ടാണ് ഈ കുടുംബം ജീവിച്ചു പോകുന്നത്. ചാർലിയുടെ അപ്പൻ തികഞ്ഞൊരു ഉത്തമ ക്രിസ്ത്യാനിയായിരുന്നു. ദാരിദ്ര്യത്തിലാണെങ്കിലും അല്ലെങ്കിൽ ആഹാരമില്ലാത്ത അവസ്ഥകളിലാണെങ്കിൽ പോലും തൻ്റെ ക്രൈസ്തവ ധർമ്മം വിട്ടുകൊണ്ട് ഒന്നും ചെയ്യുവാൻ അയാൾ ആഗ്രഹിച്ചിരുന്നില്ല. ചാർലിക്കാകട്ടെ തൻ്റെ അപ്പനെ വലിയ പ്രിയവുമാണ്. തൻ്റെ മകനോടുള്ള സ്നേഹത്തെ പ്രതി അവൻ്റെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റി കൊടുക്കുന്നതിൽ അപ്പനും മുൻപന്തിയിലായിരുന്നു. അമ്മ ചിലപ്പോഴൊക്കെ ശകാരിക്കുമെങ്കിലും അതിൽ നിന്നെല്ലാം ആ മകനെ ചേർത്ത് പിടിച്ച് അണച്ച് ആ അപ്പൻ അത്രമാത്രം കരുതിപ്പോന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഈ വിനോദസഞ്ചാരികൾക്കിടയിൽ നടക്കുന്നതിൻ്റെ ഇടയിൽ ഈ കുതിരയ്ക്ക് ഒരു പരിക്ക് പറ്റുകയാണ്. അതിനൊരു രോഗമുണ്ടാവുകയാണ് അതിനെ തുടർന്ന്. എന്നാൽ അതിനുശേഷം അതിന് ഒരുപാട് വിനോദസഞ്ചാരികളെ തൻ്റെ മുകളിലേക്ക് കയറ്റുവാനോ ആ കുടുംബത്തിൻ്റെ അവസ്ഥ അറിഞ്ഞ് ആ ദാരിദ്ര്യത്തിനെ സഹായിക്കുവാനോ കുതിരയ്ക്ക് സാധിക്കുന്നില്ല. അങ്ങനെ ഇരിക്കെ നാളുകൾ കഴിയുമ്പോൾ ഒരാൾ ഈ ഭവനത്തിലേക്ക് കടന്നു വരികയാണ്. അദ്ദേഹം ഒരു സന്തോഷമുള്ള കാര്യവുമായിട്ടാണ് അല്ലെങ്കിൽ ഒരു അറിയിപ്പുമായിട്ടാണ് കടന്നു വരുന്നത്. എന്തായിരുന്നു അദ്ദേഹം കടന്നു വന്നതിന് പിന്നിലുള്ള ചേതോവിഹാരം, അല്ലെങ്കിൽ എന്തിനായിരുന്നു അദ്ദേഹം വന്നത്? ഇവരെ സന്തോഷിപ്പിക്കുവാനുള്ള ഒരു വാർത്ത എന്തായിരുന്നു എന്നുള്ള വിശേഷങ്ങളിലേക്ക് നമുക്ക് മടങ്ങി വരാം. അതിനു മുൻപായി നമ്മുടെ വചന സമീക്ഷയുടെ ഇന്നത്തെ ആദ്യത്തെ കോളറിലേക്ക് നമുക്ക് പോകാം. നമസ്കാരം, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്? എന്റെ പേര് രാജി. രാജി, എവിടെ നിന്ന് വിളിക്കുന്നു? ഞാൻ അരുവിക്കരയ്ക്ക് അടുത്ത് ഇരുമ്പ എന്ന സ്ഥലത്തുനിന്ന്. ചേച്ചി, വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടില് ഞാനും ഹസ്ബൻഡും 2 മക്കളും. ചേച്ചി വർക്ക് ചെയ്യുന്നുണ്ടോ? ഇല്ല, വർക്ക് ചെയ്യുന്നില്ല. അപ്പൊ എല്ലാരും സന്തോഷമായിട്ടിരിക്കുന്നോ, ചേട്ടനും മക്കളും ഒക്കെ? അതെ അതെ, സുഖമായിട്ടിരിക്കുന്നു. ചേച്ചി, അപ്പൊ അറിയാലോ വചന സമീക്ഷയിൽ നമുക്ക് 4 ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക. നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കയറിയാലോ? പോവാം. ചോദ്യം ഇതാണ്: ജീവികൾ പോകുമ്പോൾ ചക്രങ്ങളും അവയോട് ചേർന്നു തന്നെ പോയിരുന്നത് എന്തുകൊണ്ടാണ്? ജീവികളുടെ ആത്മാവ് ചക്രങ്ങളിലായിരുന്നതുകൊണ്ട്. ശരി ഉത്തരം. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. അപ്പൊ ഉത്തരം ഇങ്ങനെയാണ്: ജീവികളുടെ ആത്മാവ് ചക്രങ്ങളിൽ ആയിരുന്നത് കൊണ്ട്. അതെ, സ്വാഭാവികം, ഒരു സംശയം ഒന്നും ഇല്ലാതെ പറഞ്ഞു കേട്ടോ. വെരി ഗുഡ്. അപ്പൊ നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ? പോവാം. ചോദ്യം ഇതാണ്: ജീവികളുടെ തലയ്ക്കുമീതെ വ്യാപിച്ചിരുന്നത് എന്തായിരുന്നു?
പളുങ്ക് പോലെ ഉം. ശോഭയുള്ളതും ഉം. ഭയാനകവുമായ ഒരു ഉം. വിധാനത്തിന്റെ രൂപം. ശരി ഉത്തരം, കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. ഉത്തരം ഇങ്ങനെയാണ്: പളുങ്ക് പോലെ ശോഭയുള്ളതും ഭയാനകവുമായ ഒരു വിധാനത്തിന്റെ രൂപം. അപ്പോ രാജചേച്ചി 2 ചോദ്യങ്ങൾക്ക് ശരി ഉത്തരം നൽകിയിട്ടുണ്ട്. നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. അതിനു മുൻപായിട്ട് ചേച്ചി പാട്ടൊക്കെ പാടാറുണ്ടോ? പാട്ട് പള്ളിയിലൊക്കെ പാടും. അന്ന് നമുക്ക് വേണ്ടിയിട്ട്, നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് പാടാവോ? പാടാം. ഓക്കെ ചേച്ചി, പാടിക്കോളൂ. വാക്കുകൾ പോരാ, മുന്നി ചൊല്ലി തീർക്കുവാനും ജീവിതം പോരാ, കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്താൻ എത്ര സ്തുതിച്ചാലും മതി വരുമോ ദൈവസ്നേഹം വർണ്ണിടാൻ, വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനും ജീവിതം പോരാ. ചേച്ചി നന്നായിട്ട് പാടിയല്ലോ. ഓ താങ്ക് യു. പള്ളിയിൽ കൊയറിലൊക്കെ ഉണ്ടോ? പാടാൻ നിൽക്കാറുണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ടാ, വെറുതെ അല്ല, നന്നായിട്ട് പാടി കേട്ടോ. ഓ താങ്ക് യു. ഓക്കെ, കൺഗ്രാറ്റ്സ്. അപ്പൊ നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ? പോവാം. ചോദ്യം ഇതാണ്: ജീവികളുടെ ചിറകുകളുടെ സ്ഥാനം എവിടെയായിരുന്നു? ചോദ്യം ഒന്നുകൂടെ പറയൂ. ജീവികളുടെ ചിറകുകളുടെ സ്ഥാനം എവിടെയായിരുന്നു? വിധാനത്തിന് താഴെ. സംശയമുണ്ടോ? ഇല്ല, വിധാനത്തിന് താഴെ. ശരി ഉത്തരം, കൺഗ്രാറ്റുലേഷൻസ്. ഓ താങ്ക് യു. ഉത്തരം ഇങ്ങനെയാണ്: വിധാനത്തിന് താഴെ അല്ലെങ്കിൽ വിധാനത്തിന് കീഴെ. അവസാനത്തെ ചോദ്യത്തിലോട്ട് പോകുവാണേ. ചോദ്യം: ജീവികൾ പോകുമ്പോൾ ചിറകുകളുടെ ശബ്ദം എങ്ങനെയാണ് യെഹെസ്കേൽ വിവരിച്ചിരിക്കുന്നത്? പെരുവെള്ളത്തിന്റെ ഇരമ്പൽ പോലെയും സർവശക്തന്റെ നാദം പോലെ. ശരി ഉത്തരം, സംശയമൊന്നും വേണ്ട, കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. ഉത്തരം ഇങ്ങനെയാണ്: പെരുവെള്ളത്തിന്റെ ഇരമ്പൽ പോലെയും സർവശക്തന്റെ നാദം പോലെയും. 4 ചോദ്യങ്ങളും ശരിയാക്കിയപ്പോ ഉള്ളിന്റെ ഉള്ളിൽ എവിടെയോ ഒരു സന്തോഷം ഇല്ലേ? ഉണ്ട്. അപ്പൊ ഈ സന്തോഷം നിലനിർത്തി ഇനിയും പഠിച്ചിട്ടൊക്കെ വിളിക്കണം കേട്ടോ വചന സമീക്ഷയിലേക്ക്. വിളിക്കാം. ഓക്കെ ചേച്ചി, താങ്ക് യു. അപ്പൊ എന്തായാലും ചേച്ചിക്കും കുടുംബത്തിനും ഒക്കെ നല്ല പ്രാർത്ഥനാശംസകൾ നേരുന്നു. ഓക്കെ, താങ്ക് യു ചേച്ചി. അരുവിക്കരയിൽ നിന്നുള്ള രാജചേച്ചിയായിരുന്നു നമ്മളോടൊപ്പം കോളിൽ ഉണ്ടായിരുന്നത്. നമുക്ക് വേണ്ടിയിട്ട് നന്നായിട്ടൊരു പാട്ടൊക്കെ പാടിയിട്ടുണ്ട്. ഉത്തരങ്ങളെല്ലാം ഒരുവിധ തെറ്റുമില്ലാണ്ട് പെർഫെക്റ്റ് ആയിട്ട് ഉത്തരങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ ചേച്ചിക്കും ചേട്ടനും ആ മക്കൾക്കും ഒക്കെ വേണ്ടിയിട്ട് നമുക്കും പ്രാർത്ഥിക്കാം. നമ്മുടെ കഥയിലേക്ക് നമുക്ക് മടങ്ങി വരാം. നമ്മുടെ ചാർലിയുടെ വീട്ടിലേക്ക് ഒരാൾ വരികയാണ്. എന്തിനാണ് എന്നുള്ള ചോദ്യത്തിലായിരുന്നു നമ്മൾ അവസാനിപ്പിച്ചത്. അപ്പോൾ ആ കുതിരയെ വാങ്ങുവാനാണ് അയാൾ വന്നത്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു വാർത്ത കേട്ടപ്പോൾ ചാർലിയുടെ അപ്പനും അമ്മയ്ക്കും ചാർലിക്കും ഒക്കെ ഒത്തിരി സന്തോഷമായി. കാരണം ഇനി ആ കുതിര അവരുടെ അടുത്ത് നിന്നിട്ട് ഒരു കാര്യവുമില്ല. അതിനെ അവരുടെ ഉപജീവന മാർഗം കണ്ടെത്തുവാനുള്ള കഴിവില്ല. അത് ഒരു രോഗശയ്യയിലാണ്. അതേസമയം ഒരാളത് വാങ്ങാനും വന്നിട്ടുണ്ട്. ആ ഒരു പൈസ കൊണ്ട് അല്ലെങ്കിൽ ആ കിട്ടുന്ന കാശ് കൊണ്ട് തനിക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം വാങ്ങാം. ഇഷ്ടപ്പെട്ട മധുരപലഹാരം വാങ്ങാം, ഇഷ്ടപ്പെട്ട പുസ്തകം വാങ്ങാം, ഉടുപ്പ് വാങ്ങാം എന്നൊക്കെയുള്ള മോഹത്താൽ ചാർലി തുള്ളി ചാടുകയാണ് വീട്ടിനകത്ത് നിന്നിട്ട്. എന്നാൽ അവൻ്റെ അമ്മയും ഇതുപോലെ തന്നെ സന്തോഷിക്കുന്നു. എന്നാൽ അവൻ്റെ അപ്പന് മാത്രം പെട്ടെന്ന് എന്തോ ഒരു വിഷമം വരികയാണ്. ഇത്രയും നാളും തങ്ങൾ നോക്കിയ അല്ലെങ്കിൽ തങ്ങളെ നോക്കിയ ഒരു കുതിരയാണ്. പക്ഷേ അതോടൊപ്പം തന്നെ താങ്കൾ ഈ കുതിരയെ ഈ നിമിഷം വിൽക്കുകയാണെങ്കിൽ അത് ആ കച്ചവടക്കാരനെ പറ്റിക്കുന്നതിന് തുല്യമല്ലേ? അങ്ങനെ ഒരു ചോദ്യം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഉടലെടുക്കുകയാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഭാര്യ പറയുന്നുണ്ട്, ദൈവമായിട്ട് നമുക്ക് തന്ന വഴിയാണ്, നിങ്ങളിത് കളയരുത്, നിങ്ങളിത് നശിപ്പിച്ച് കളയരുത്, ആ കുതിരയെ നമുക്കങ്ങ് വിൽക്കാം. എങ്കിലും അവൻ്റെ അപ്പന്
ചാർലിയുടെ അപ്പന് എന്തൊക്കെയോ ചില പൊരുത്തക്കേടുകൾ തോന്നുന്നു. അത് ഒരുപക്ഷെ അദ്ദേഹത്തിന് ദൈവത്തോടുള്ള ആത്മാർത്ഥമായിട്ടുള്ള വിശ്വാസമാകാം, മറ്റുള്ളവരെ ചതിക്കാൻ മനസ്സ് വരാത്ത ഒരു സാഹചര്യമാകാം. എന്തു തന്നെയായാലും അദ്ദേഹം ഒരു തീരുമാനം എടുക്കുകയാണ്. എന്താണ് ആ തീരുമാനം? നമുക്ക് മടങ്ങി വന്ന ശേഷം കേൾക്കാം. ഇപ്പോൾ രണ്ടാമത്തെ കോളിലേക്ക് പോയി വരാം. നമസ്കാരം, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്? സോണി. എവിടെ നിന്ന് വിളിക്കുന്നു അങ്ങളെ? ഞാനിപ്പം പരുമല ഹോസ്പിറ്റലിൽ നിന്നാണ് വിളിക്കുന്നത്. ഹോസ്പിറ്റലിലാണോ? ഓക്കെ. വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടില് പപ്പായുണ്ട്, അമ്മയുണ്ട്, പപ്പായുടെ പെങ്ങളുണ്ട്. ഇപ്പൊ എന്ത് ഹോസ്പിറ്റലിൽ എന്തെങ്കിലും അങ്കിള് വർക്ക് ചെയ്യുന്നതാണോ? അല്ല, പപ്പ അഡ്മിറ്റാ ഹോസ്പിറ്റലിലാ. ഓക്കെ ഓക്കെ ഓക്കെ. രോഗസൗഖ്യത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചോളാം കേട്ടോ. ശരി ശരി, ഓക്കെ. അപ്പൊ അങ്കിളെ അറിയാലോ, നമുക്ക് 4 ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക. നമുക്ക് ചോദ്യത്തിലായിട്ട് കയറിയാലോ? കയറാം. അപ്പൊ അങ്കിളിന് വേണ്ടിയിട്ടുള്ള ഒന്നാമത്തെ ചോദ്യം ഇതാണ്: മനുഷ്യ സാദൃശ്യമുള്ള ആ 4 ജീവികളുടെ പ്രത്യേകതകൾ എന്തെല്ലാമായിരുന്നു? ഓരോന്നിനും 4 മുഖവും 4 ചിറകും ഉണ്ടായിരുന്നു. ശരി ഉത്തരമാണ്. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. ഉത്തരം ഇങ്ങനെയാണ്: ഓരോന്നിനും 4 മുഖങ്ങളും 4 ചിറകുകളും ഉണ്ടായിരുന്നു. ഓക്കെ. ഇപ്പൊ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകുവാണേ. ചോദ്യം: ജീവികളുടെ മുഖങ്ങൾ എങ്ങനെയായിരുന്നു? അവയ്ക്ക് മനുഷ്യ മുഖം ഉണ്ടായിരുന്നു. 4നും വലത്ത് ഭാഗത്ത് സിംഹമുഖവും ഇടത്ത് ഭാഗത്ത് കാളമുഖവും ഉണ്ടായിരുന്നു. പിന്നെ 4നും കഴുക മുഖം ഉണ്ടായിരുന്നു. ശരി ഉത്തരമാണ്. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. ഉത്തരം ഇങ്ങനെയാണ്: മുൻഭാഗത്ത് മനുഷ്യമുഖം, വലത് ഭാഗത്ത് സിംഹമുഖം, ഇടത് ഭാഗത്ത് കാളമുഖം, പിൻഭാഗത്ത് കഴുകന്റെ മുഖം. അപ്പോ എല്ലാരെയും പറഞ്ഞല്ലോ. അപ്പൊ അങ്ങളെ ഇപ്പൊ എന്തായാലും അങ്കിൾ ആശുപത്രിയിലാണെന്ന് അറിയാം. പക്ഷെ എന്നിരുന്നാലും നമ്മുടെ വചന സമീക്ഷയിലേക്ക് വിളിക്കാനുള്ള ഒരു നല്ല മനസ്സുണ്ടല്ലോ. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിട്ട് ഒരു പാട്ട് പാടാവോ? കണ്ണു നീ ഇതെന്നു മാറുമോ, വേദനകളെന്നു തീരുമോ, കണ്ണു നീ ഇതെന്നു മാറുമോ, വേദനകളെന്നു തീരുമോ, കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിപ്പാനായി നീ വരണേ, കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിപ്പാനായി നീ വരണേ, കണ്ണു നീ ഇതെന്നു മാറുമോ, വേദനകളെന്നു തീരുമോ, കണ്ണു നീ ഇതെന്നു മാറുമോ, വേദനകളെന്നു തീരുമോ. അങ്ങളെ നന്നായിട്ട് പാടിയോട്ടോ. അങ്ങളെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ ഈ പാട്ട് പാടാറുണ്ടോ? ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുമ്പം പാട്ട് പാടും, പിന്നെ പ്രാർത്ഥിക്കുമ്പോ പാട്ട് പാടും. വെറുതെ അല്ല. ഈ ഒരു പാട്ട് കേൾക്കുമ്പോ അങ്ങനെ ഒരു പ്രത്യേകതയില്ല? ഈശോയോട് നമ്മൾ ഡയറക്റ്റ് ചോദിക്കുന്ന പോലെ, നമ്മൾ ഈശോയും തമ്മിലുള്ള ഒരു സംഭാഷണം പോലെ. അതെ അതെ അതെ, അത്രയും ഫീൽ ആയിട്ടുള്ള ഒരു ഫീൽ ഗുഡ് സോങ് ആണ്. അപ്പൊ അങ്കിള് നന്നായിട്ട് പാടിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ. എനിക്ക് പനിയാണ്, സൗണ്ടിനൊരു വ്യത്യാസം. അത് പ്രശ്നമില്ല. പക്ഷെ പാട്ടിൽ അതൊന്നും പ്രശ്നമില്ലായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ? ചോദ്യം ഇതാണ്: ഓരോന്നിന്റെയും 4 ചിറകുകളുടെ ഘടന എങ്ങനെയായിരുന്നു? ഓരോന്നിന്റെയും 4 ചിറകുകളുടെ ഘടന. നേരെ മുമ്പോട്ട് പോകുമ്പോൾ അവ തിരിയാതെ ആത്മാവിന് പോകേണ്ടിയിടത്തേക്ക് തന്നെ പോകും അല്ലേ? ചിറകുകൾ എങ്ങനായിരുന്നു ഇരുന്നത്? അതിന്റെ ഘടന എങ്ങനായിരുന്നു? അതെങ്ങനായിരുന്നു ഇങ്ങനെ മേൽഭാഗം വിടർന്നിരുന്നു. വിടർന്നിരുന്നു. ഈ 2 ചിറക് തമ്മിൽ തൊട്ടും ഈ 2 ചിറക് കൊണ്ട് ശരീരം മറച്ചു നിൽക്കുന്നു. ശരി ഉത്തരമാണ്. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. ഉത്തരം ഇങ്ങനെയാണ്: ചിറകുകൾ മുകളിലേക്ക് വിടർന്നിരുന്നു,
ഈ 2 ചിറകുകൾ അന്യോന്യം സ്പർശിച്ചിരുന്നു. ഈ 2 ചിറകുകൾ കൊണ്ട് ശരീരം മറച്ചിരുന്നു. ഇപ്പൊ 3 ചോദ്യങ്ങൾക്ക് ശരി ഉത്തരം നൽകിയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഇപ്പോ അങ്കിളെ ഒരു വചനം നമുക്ക് വേണ്ടിട്ട് പങ്കുവെക്കാവോ? ഇപ്പൊ ഒരുപാട് പ്രാർത്ഥനയുടെ നടുവിലൂടെ ആയിരിക്കുമല്ലോ കടന്നു പോകുന്നേ. അപ്പൊ ഏറ്റവും സ്പർശിച്ചിട്ടുള്ള ഒരു വചനം. ഏറ്റവും സ്പർശിച്ചിട്ടുള്ളൊരു വചനം, യഹോവേ എത്രത്തോളം നീ എന്നെ മറന്നുകൊണ്ടിരിക്കും, നീ എത്രത്തോളം നിന്റെ മുഖത്തെ ഞാൻ കാണാതെ കൊണ്ട് മറയ്ക്കും, എത്രത്തോളം ഞാൻ എന്റെ ഉള്ളിൽ വിചാരം പിടിച്ച് എന്റെ ഹൃദയത്തിൽ ദിവസം പ്രതി ദുഃഖം അനുഭവിക്കേണ്ടി വരും. ഇതൊക്കെ എത്രത്തോളം ഇതൊക്കെ ഈശോയോട് ചോദിക്കുന്നതാണോ? ഇതൊക്കെ അതെ, ഈശോയോട് ചോദിക്കുന്ന നല്ല ചോദ്യങ്ങളാണ് കേട്ടോ. നല്ല എന്താ പറയാ, നല്ല ഫ്രെയിമിംഗ് ആ ചോദ്യങ്ങൾക്ക്. 4ാമത്തെ ചോദ്യം ഇതാണ്. ജീവികൾ ഓരോന്നും നീങ്ങിക്കൊണ്ടിരുന്നത് എങ്ങനെയായിരുന്നു? ജീവികൾ ഓരോന്നും നീങ്ങിക്കൊണ്ടിരുന്നത് എങ്ങനെയായിരുന്നു? അവ ഓരോന്നും നേരെ മുമ്പോട്ട് പോകുമ്പോൾ അവ തിരിയാതെ ആത്മാവിന് പോകേണ്ട ഇടത്തേക്ക് തന്നെ പോകും. ശരി ഉത്തരമാണ്. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. ഉത്തരം ഇങ്ങനെയാണ്. ആത്മാവ് പോകുന്നിടത്തേക്ക് അവ തിരിയാതെ നേരെ മുമ്പോട്ട് പോയിരുന്നു. ഇപ്പോ 4 ചോദ്യങ്ങൾക്ക് ശരി ഉത്തരം നൽകിയിട്ടുണ്ട്. പിന്നെ ഒരു ബോണസ് പോലെ ഒരു പാട്ടും ഒരു വചനവും ഒക്കെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ശരി ശരി. ഓക്കെ, താങ്ക് യു അങ്കിൾ. താങ്ക് യു. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോ സോണി അങ്കിളായിരുന്നു നമ്മളോടൊപ്പം കോളിൽ ഉണ്ടായിരുന്നത്. സൂചിപ്പിച്ചതുപോലെ ഒരു ആശുപത്രിയുമായിട്ട് ബന്ധപ്പെട്ടൊക്കെയാണ് ഒരു കുടുംബം ഇപ്പോൾ കഴിഞ്ഞു പോകുന്നത്. തീർച്ചയായിട്ടും രോഗസൗഖ്യം, ഈശോയുടെ ഒരു സ്പർശനം ആ കുടുംബത്തിൻ്റെ മേൽ ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥനകളിൽ നമുക്ക് ഓർക്കാം. നമുക്ക് കഥയിലേക്ക് മടങ്ങി വരാം. ഈ ചാർലിയുടെ കുതിരയെ വിൽക്കുന്ന ഒരു കഥയുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംഭവങ്ങളായിരുന്നു നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഈ ചാർലിയുടെ അപ്പനൊരു തീരുമാനം എടുക്കുകയാണ്. ഇതൊരിക്കലും ക്രിസ്തുവിന് നിരക്കുന്നതല്ല, അല്ലെങ്കിൽ ആ ഒരു വിശ്വാസത്തിന് നിരക്കുന്നതല്ല. ഒരുപക്ഷെ ഈ കുതിരയെ വിറ്റാൽ, ഈ ഒരു സിറ്റുവേഷനിൽ അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ ഈ കുതിരയെ വിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് കാശ് കിട്ടും. എൻ്റെ കുടുംബത്തിന് അത്യാവശ്യമായിട്ടുള്ള കാശെല്ലാം എനിക്ക് കിട്ടും. പക്ഷെ ഞാനത് ആ വാങ്ങാൻ വരുന്ന ആളെ ചതിക്കുന്നതിന് തുല്യമാണ്. ഈ കുതിരയ്ക്ക് വയ്യായികയുണ്ട്. അത് അയാളോട് തുറന്ന് പറഞ്ഞതിന് ശേഷം അയാൾ വാങ്ങാൻ തയ്യാറാകുകയാണെങ്കിൽ മാത്രം ഞാനിത് വിൽക്കും. ഇല്ലാത്ത പക്ഷം ആ കുതിര ഞങ്ങളോടൊപ്പം തന്നെ ഇവിടെ നിൽക്കട്ടെ എന്നൊരു തീരുമാനം എടുക്കുകയാണ്. ആ വാങ്ങാൻ വന്ന കച്ചവടക്കാരനോടും അയാൾ ഇത് പറയുന്നു. എന്നാൽ അയാളാകട്ടെ ഇത് കേട്ടപ്പോൾ തന്നെ ക്ഷമ പറഞ്ഞ് വേണ്ട എന്ന് തിരിച്ച് മടങ്ങി പോവുകയാണ്. ഇത് കണ്ട് ചാർലിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം അപ്പനോട് തോന്നുന്നുണ്ട്. കാരണം നമ്മുടെ സാഹചര്യത്തിൽ നമ്മളെ രക്ഷിക്കാൻ ഈശോ അയച്ച ദൂതനെ പോലെയാണ് ആ കച്ചവടക്കാരനെ ചാർലി കണ്ടത്. എന്നാൽ അപ്പന്റെ തീരുമാനം അവനെ ക്ഷുഭിതനാക്കുന്നു. അവൻ അപ്പനോട് വഴക്കിടുകയും ചെയ്യുന്നു. കാരണം അവന്റെ മനസ്സിലുണ്ടായിരുന്നത് ഒരുപാട് വസ്ത്രങ്ങളും ഒരുപാട് മധുരപലഹാരങ്ങളും കളിപ്പാട്ടങ്ങളും ഒക്കെ ആയിരുന്നല്ലോ ഈ കാശ് കൊണ്ടുള്ള. എന്നാൽ അപ്പൻ അവനോട് ഇപ്രകാരം പറയുന്നു, എൻ്റെ കുഞ്ഞെ, നമ്മളെല്ലാം ആരാ? ഈശോയുടെ മക്കളാ. ഈശോയുടെ മക്കൾ ഇങ്ങനെയൊക്കെ ചെയ്യാവോ? നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുകയല്ലേ വേണ്ടേ? ഈശോ നമ്മളെ പഠിപ്പിച്ച പ്രധാനപ്പെട്ട കൽപ്പന ഏതാ? അപ്പോൾ ഈ ചാർലി ഓർത്ത് പറയുന്നുണ്ട്, സൺഡേ സ്കൂളിൽ പഠിച്ചത് അവൻ ഓർത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. അപ്പോൾ അപ്പൻ പറയുന്നു, ഇവിടെ നീ നിന്റെ അയൽക്കാരനെ സ്നേഹിച്ചോ? ആ കുതിര വാങ്ങാൻ വന്ന ആ മനുഷ്യനോട് സ്നേഹമുണ്ടായിരുന്നെങ്കിൽ നീ ഇങ്ങനെ പറയുമോ? ആ ചോദ്യം ചാർലിയെ ചിന്തിപ്പിക്കുന്നുണ്ട്. പിന്നീട് ഒരുപാട് നാളുകൾ കഴിയുകയാണ്. ചാർലി വളർന്ന് വലുതാവുകയാണ്. അന്ന് അവൻ ചില തിരിച്ചറിവുകളിലേക്കും എത്തുന്നുണ്ട്. എന്താണ് ആ തിരിച്ചറിവ്? ആ കഥയിലേക്ക് മടങ്ങാം. അതിനു മുൻപായി നമ്മുടെ ഇന്നത്തെ അവസാനത്തെ കോളിലേക്ക് നമുക്ക് പോകാം. നമസ്കാരം, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്? ബ്യൂല. ആന്റി എവിടെ നിന്ന് വിളിക്കുന്നു? നെയ്യാറ്റിങ്കര. വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടില് ഹസ്ബൻഡും മക്കളും. എല്ലാരും സുഖമായിട്ടിരിക്കുന്നോ? എല്ലാരും സുഖമായിരിക്കുന്നു. മക്കളൊക്കെ പഠിക്കുവാണോ? അതെ അതെ അതെ. അപ്പൊ ആന്റി അറിയാലോ, നമുക്ക് 4 ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക. നമുക്ക് ചോദ്യത്തിലോട്ട് കയറിയാലോ? ഓക്കെ. ആദ്യത്തെ ചോദ്യം ഇതാണ്. യഹോവ യെഹെസ്കേലിനെ ആരുടെ അടുത്തേക്കാണ് അയച്ചത്? യഹോവയെ നിഷേധിച്ചിരിക്കുന്ന ഇസ്രായേൽ മക്കളുടെ അടുത്തേക്ക്. ശരി ഉത്തരം. കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ, താങ്ക് യു. രണ്ടാമത്തെ ചോദ്യം. ഇസ്രായേൽ മക്കളും അവരുടെ പിതാക്കന്മാരും എങ്ങനെയുള്ളവർ ആയിരുന്നു? നിഷേധികളായ ജനത, ഇതുവരെ യഹോവയോട് അതിക്രമം ചെയ്തിരിക്കുന്നവർ, അഹങ്കാരവും ദുശാഠ്യവുമുള്ള മക്കൾ. ഭയങ്കര സിമ്പിൾ ആയിട്ട് ഉത്തരം പറയുന്നുണ്ടല്ലോ. കൺഗ്രാറ്റുലേഷൻസ് അഗൈൻ. ശരി ഉത്തരമാണ്. താങ്ക് യു. ഓക്കെ. ഉത്തരം ഇങ്ങനെയാണ്. നിഷേധികളായ ജനത, ഇന്ന് വരെ യഹോവയോട് അതിക്രമം ചെയ്തിരിക്കുന്നവർ, അഹങ്കാരവും ദുശാഠ്യവുമുള്ള മക്കൾ.
അതെ. അപ്പൊ നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാവേ. ആ ചോദ്യം ഇതാണ്: യെഹെസ്കേലിനെ യഹോവ ഏൽപ്പിച്ച ദൗത്യം എന്തായിരുന്നു? യഹോവയായ ദൈവം ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്ന് അവരോട് പറയണം. സിമ്പിൾ, അതൊരു പ്രവചനം പോലെ അല്ലേ? അതെ അതെ. ശരി ഉത്തരം, കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ, ഉത്തരം ഇങ്ങനെയാണ്: യഹോവയായ ദൈവം ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്ന് അവരോട് പറയണം. അതെ. അപ്പൊ ആന്റി, നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരു പാട്ടാണോ പാടുന്നേ, അതോ ഒരു വചനം പറയുന്നോ, അതോ ബൈബിളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളെ കുറിച്ച് പറയുന്നോ? ബൈബിളിലെ ഇഷ്ടപ്പെട്ട ഒരാള് ഹന്നയാണ്. ഹന്ന. എന്തുകൊണ്ടാ? ഹന്ന അവളുടെ സാഹചര്യം എങ്ങനെയായിരുന്നു? അവൾക്ക് മക്കളില്ലായിരുന്നു. ഭവനത്തിലുള്ളവർ തന്നെ അവളെ കുറ്റവാളികൾ പറഞ്ഞ്, അപ്പോഴും ഭർത്താവ് അവൾക്ക് സപ്പോർട്ടായിട്ടുണ്ടായിരുന്നെങ്കിലും ആരെയും ശ്രദ്ധിക്കാതെ അവൾ ദൈവാലയത്തിലേക്ക് പോയി തന്റെ സങ്കടങ്ങൾ ദൈവത്തോട് അറിയിച്ചു. അവളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായിട്ട് ദൈവം ശമൂവേലിനെ കൊടുത്തു. പക്ഷെ ദൈവത്തോട് ചെയ്ത ഉടമ്പടി അവള് കുഞ്ഞിനെ കിട്ടിയതിന് ശേഷം അവള് നിവർത്തിച്ചു. അതാണ് നമ്മുടെ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ എല്ലാവരും മാതൃകയാക്കേണ്ട ഒരാൾ കൂടിയാണ് അല്ലേ ഹന്ന? അതെ അതെ. നമ്മളെല്ലാവരും പ്രാർത്ഥിച്ച് നമ്മുടെ കയ്യിൽ ആവശ്യം കിട്ടിയതിനു ശേഷം നമ്മൾ തിരിഞ്ഞു നോക്കുമെന്ന് വെച്ചാൽ പലരും ചെയ്യത്തില്ല. അതെ അതെ തീർച്ചയായിട്ടും. അപ്പൊ തീർച്ചയായിട്ടും ഹന്നയെ പോലെ നന്ദിയുള്ളവളായിരിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. അതെ അതെ. വലിയൊരു നല്ല കഥാപാത്രത്തിന്റെ സെലക്ഷൻ ആണ് കേട്ടോ. അതെ അതെ. അപ്പൊ ആന്റി, നമുക്ക് അവസാനത്തെ ചോദ്യത്തിലേക്ക് പോയാലോ? ഓക്കെ. ചോദ്യം ഇതാണ്: യെഹെസ്കേൽ പറയുന്നത് അവർ കേൾക്കുകയോ കേൾക്കാതിരിക്കുകയോ ചെയ്യട്ടെ, എന്തായാലും അവർ അറിഞ്ഞിരിക്കണമെന്ന് യഹോവ പറഞ്ഞ കാര്യം എന്തായിരുന്നു? തങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകൻ ഉണ്ടായിരുന്നു എന്ന്. ശരി ഉത്തരം, കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ, അപ്പൊ എനിക്ക് തന്നെ സംശയം കേട്ടോ, ഭയങ്കര സിമ്പിൾ ആയിട്ട് ഉത്തരം പറയുന്നു. അപ്പൊ കുറച്ച് ക്വസ്റ്റ്യൻസ് കട്ടിയാക്കണോ? ഓക്കെ, അപ്പൊ എന്തായാലും ശരി ഉത്തരമാണ്. ഇതിന്റെ ഉത്തരം ഇങ്ങനെയാണ്: തങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകൻ ഉണ്ടായിരുന്നു എന്ന്. അപ്പോ 4 ചോദ്യങ്ങൾക്കും ബ്യൂലാൻഡി ശരി ഉത്തരം നൽകിയിട്ടുണ്ട്. പിന്നെ വളരെ വ്യക്തമായിട്ടുള്ള ഒരു, നമ്മൾ ഇംഗ്ലീഷിലൊക്കെ എക്സാം എഴുതുമ്പോൾ ക്യാരക്ടർ സ്കെച്ച് എന്ന് പറയത്തില്ലേ, കഥാപാത്ര നിരൂപണം, അത് നല്ലൊരു റിവ്യൂ തന്നിട്ടുണ്ട് ബൈബിളിനെ പറ്റി. അപ്പൊ ബൈബിളിൽ ഇനിയും പുതിയ കഥാപാത്രങ്ങളെ കണ്ടുപിടിച്ച് പഠിച്ചിട്ട് നമ്മളെ വിളിക്കണം കേട്ടോ വചന സമീക്ഷയിലേക്ക്. ഓക്കെ ആന്റി, താങ്ക് യു സോ മച്ച്. ഓക്കെ. ബ്യൂല ആന്റി ആയിരുന്നു നമ്മളോടൊപ്പം കോളിൽ ഉണ്ടായിരുന്നത്. ഭയങ്കര പോസിറ്റീവായിട്ടുള്ള ഒരു ഹന്നയെ പറ്റിയിട്ടുള്ള റിവ്യൂ ഒക്കെ നൽകിയിട്ടുണ്ട്. അപ്പം അതുപോലെ നമുക്കും ഹന്നയെ പോലെ നന്ദിയുള്ളവളായിരിക്കാൻ പരിശ്രമിക്കാം. അതുപോലെ തന്നെ ആന്റിക്കും കുടുംബത്തിനും ഒക്കെ വേണ്ടിയിട്ട് നമുക്കും പ്രാർത്ഥിക്കാം. നമുക്ക് നമ്മുടെ കഥയുടെ അന്ത്യത്തിലേക്ക്, നമ്മുടെ അധ്യായത്തിന്റെ അന്ത്യത്തിലേക്ക് കടന്നു വരാം. ചാർലി വളർന്നു വലുതാവുകയാണ്. അവനിലേക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ വന്നു ചേരുന്നു. അപ്പോഴാണ് അവൻ്റെ അപ്പൻ അന്ന് ചെയ്ത പ്രവൃത്തിയെപ്പറ്റി അവൻ ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം അവൻ മനസ്സിലാക്കുന്നത്. നമ്മൾ ജീവിതത്തിൻ്റെ പ്രായോഗിക തലങ്ങളിലേക്ക് ഇറങ്ങി വരുമ്പോൾ നമുക്ക് ചുറ്റിലുമുള്ളവരെ നമ്മൾ പലപ്പോഴും പരിഗണിക്കുന്നുണ്ട്, ചിലപ്പോൾ പരിഗണിക്കാൻ സാധിക്കാതെയും പോകുന്നുണ്ട്. ചാർലിക്കും അത് തന്നെയായിരുന്നു സംഭവിച്ചത്. അവൻ്റെ നന്മയ്ക്കും, അല്ലെങ്കിൽ അവൻ പഠിച്ച ക്രിസ്തുവിൻ്റെ അല്ലെങ്കിൽ ക്രൈസ്തവ ധാർമ്മികതയുടെ ബാലപാഠങ്ങൾ, മൂലപാഠങ്ങൾ അവൻ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ തുടങ്ങിയപ്പോഴാണ് തന്നെപ്പോലെ തൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് പണ്ടെപ്പോഴോ അപ്പനോട് പറഞ്ഞ വചനം അവൻ്റെ മനസ്സിലേക്ക്, ഹൃദയത്തിലേക്ക് വന്നത്. തീർച്ചയായിട്ടും അതൊരു അടിസ്ഥാനം അവൻ്റെ അപ്പൻ നൽകിയത് കൊണ്ടാണ്. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അടിസ്ഥാനം നൽകേണ്ടത്, ബാലപാഠങ്ങൾ പഠിപ്പിക്കേണ്ടത്, വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ മൂലപാഠങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് ആവാഹിച്ചു നൽകേണ്ടത് ഒക്കെയും മാതാപിതാക്കളാണ്. മാതാപിതാക്കളിലൂടെയാണ് മറ്റൊരു തലമുറയിലേക്ക് ആ ഒരു വിശ്വാസം, ആ ഒരു ആർജവത്വം, അല്ലെങ്കിൽ ആ ഒരു ധൈര്യം, ക്രൈസ്തവ വീര്യം ഒക്കെയും പകർന്നു നൽകുവാൻ സാധിക്കുന്നത്. അതിനാൽ തന്നെ എല്ലാ മാതാപിതാക്കൾക്കും ഉത്തമ മാതാവും പിതാവും ഒക്കെ ആയിരിക്കുവാനുള്ള അനുഗ്രഹം ഈശോ തരുമാറാകട്ടെ. തിരു കുടുംബത്തിൽ എപ്രകാരമാണോ ഈശോയെ അപ്പനും അമ്മയും വളർത്തിയത്, അതുപോലെ നമ്മുടെ മക്കളെ വളർത്തുവാൻ, ചാർലിയെ അവൻ്റെ അപ്പൻ വളർത്തിയതുപോലെ വളർത്തുവാൻ നമുക്ക് സാധിക്കട്ടെ. അങ്ങനെ തിരു കുടുംബ സമാനങ്ങളാക്കുവാൻ, നമ്മുടെ കുടുംബങ്ങളെയും സമാനമാക്കുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. വചന സമീക്ഷയുടെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. പുതിയൊരു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.